ലണ്ടൻ കാണാൻ പോകുമ്പോഴുള്ള ഏറ്റവും വലിയ ടെൻഷനായിരുന്നു ഫോണും പേഴ്സും ഒക്കെ അടിച്ചോണ്ട് പോകുമോ എന്നുള്ളത്. കാരണം ലണ്ടനിൽ അതുപോലെയാണ് മോഷണമെന്നാണ് ഫ്രണ്ട്സ് പറഞ്ഞത്. ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു തീർക്കാനുള്ളത് കൊണ്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങി ആദ്യമേ പോയത് ടവർ ബ്രിഡ്ജ് കാണാനാണ്. ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ് എന്നാണ് സത്യത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത്. ഫോട്ടോയിൽ കാണുന്ന പോലെ നിസ്സാര സംഭവമൊന്നുമല്ല ഇതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അതുണ്ടാക്കിയവർ അവരുടെ മാക്സിമം ബുദ്ധിയും ശക്തിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ലണ്ടനെ കാണാൻ പോയപ്പോഴേക്കും സമയം 4 മണിയായെങ്കിലും വിന്റർ ആയതുകൊണ്ട് പാതിരാത്രിയായ ഫീലായിരുന്നു. തൊട്ടടുത്തുള്ള ബിഗ് ബെന്നും കണ്ട് ഞങ്ങൾ നേരെ കേബിൾ കാറിൽ കയറാൻ പോയി. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. രാത്രിയിൽ ലണ്ടൻ അത്രയും ഉയരത്തിൽ നിന്ന് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. കുഞ്ഞിലെ തൊട്ടുള്ള ആഗ്രഹമാണ് ലണ്ടൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളത്. ഈ ക്രിസ്മസിനാണ് അതിനൊരു ചാൻസ് കിട്ടിയത്. അങ്ങനെ ഒട്ടുമിക്ക സ്ഥലങ്ങളും കവർ ചെയ്താണ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയത്. ലണ്ടൻ കാണാൻ പോകുമ്പോഴുള്ള ഏറ്റവും വലിയ ടെൻഷനായിരുന്നു ഫോണും പേഴ്സും ഒക്കെ അടിച്ചോണ്ട് പോകുമോ എന്നുള്ളത്. കാരണം ലണ്ടനിൽ അതുപോലെയാണ് മോഷണമെന്നാണ് ഫ്രണ്ട്സ് പറഞ്ഞത്. ഒരുപാട്